അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. BA അഫ്ദലുൽ ഉൽമ 4th സെമസ്റ്ററിലെ ഹിസ്റ്ററി ഓഫ് ഇസ്ലാമിക് ആൻഡ് ഉമയ്യത്ത് ലിറ്ററേച്ചറിന്റെ മജ്നൂൻ ലൈല എന്ന കവിയെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ലൈല എന്ന് പറയുന്ന ഒരു സ്ത്രീയെ സ്നേഹിക്കുകയും ആ സ്നേഹത്തിന്റെ കാഠിന്യം കാരണം ഭ്രാന്തമായ ഒരു അവസ്ഥയിലേക്ക് എത്തുന്ന ഒരു കവിയാണ്. അങ്ങനെയാണ് അദ്ദേഹത്തിന് മജ്നൂൻ ലൈല എന്നുള്ള ഒരു പേരൊക്കെ ലഭിക്കുന്നത്. ഇൻഷാ അല്ലാഹ് നമുക്ക് അതിന്റെ പാഠത്തിലേക്ക് കടക്കാം. അയാളെ കുറിച്ചുള്ള വിവരങ്ങൾ നോക്കാം. മജ്നൂൻ ലൈല ഹുവ ഖൈസ് ബിൻ മുലവ്വഹ്. അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് ഖൈസ് ബിൻ മുലവ്വഹ് എന്നതാണ്. വയുറഫു, അദ്ദേഹം അറിയപ്പെട്ടത് ബി മജ്നൂൻ ലൈല, മജ്നൂൻ ലൈല എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെട്ടത്. വഅന്നഹു ഖുലിത ഫീ അഖ്ലിഹി, അദ്ദേഹത്തിന്റെ ബുദ്ധിയിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരു ആശയക്കുഴപ്പം ഉണ്ടാക്കി. ലമ്മ ഇസ്തദ്ദ ഹയാമുഹു ബിലൈല, ലൈലയോടുള്ള സ്നേഹം കഠിനമായപ്പോൾ, ഇതിന്റെ കാഠിന്യം കൂടിയപ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരു ആശയക്കുഴപ്പമുണ്ടാക്കി. അമ്മ ലൈല, എന്നാൽ ലൈല എന്ന് പറഞ്ഞാൽ ഹിയ ലൈല ബിൻത് മഹ്ദി, മഹ്ദിയുടെ മകൾ ലൈലയാണ്. വഖദ് കാന ഖൈസ് വ ലൈല ഫീ സഗ്രിഹിമാ യർഅയാനിൽ വനമ ലിഅഹ്ലിഹിമാ ഇൻദ ജബലിൻ യുഖാലു ലഹു അത്തൗബാദ്. വഖദ് കാന ഖൈസ് വ ലൈല, ഖൈസും ലൈലയുമായിരുന്നു ഫീ സഗ്രിഹിമാ, അവരുടെ ചെറുപ്പത്തിൽ യർഅയാനിൽ വനമ, ആടിനെ മേക്കുന്നവരായിരുന്നു. ലിഅഹ്ലിഹിമാ, അവരുടെ കുടുംബക്കാർക്കുള്ള. ഇൻദ ജബലിൻ, ഒരു മലയുടെ അടുക്കൽ വെച്ച്. യുഖാലു ലഹു, ആ മലക്ക് പറയുന്ന പേര് തൗബാദ്, തൗബാദ് എന്ന പേരുള്ള ഒരു മലയിൽ ആടിനെ മേയ്ക്കുന്നവരായിരുന്നു. ഫനശഅത് ബൈനഹുമ, അങ്ങനെ അവർക്കിടയിൽ വളർന്നു. നാശിയത ഹുബ്ബിൻ, ഒരു സ്നേഹം അവർക്കിടയിൽ വളർന്നു വന്നു. ഇസ്തഹ്കമത് മഅൽ അയ്യാം, ഇസ്തഹ്കമത് അത് കൂടുതൽ ശക്തമായി. മഅൽ അയ്യാം, കാലക്രമേണ അത് ശക്തമായി വന്നു. വലാകിൻ വദഅതുഹാ അലൈഹി കാനത് അശദ്ദു, വലാകിനെങ്കിലും വദഅതുഹാ, അവളുടെ സമ്മർദ്ദം, അലൈഹി അദ്ദേഹത്തിന്റെ മേലുള്ള സമ്മർദ്ദം, കാനത് അശദ്ദു, അത് വളരെ കഠിനമേറിയതായിരുന്നു. വലമ്മ ഇഷ്തഹറ ഹുബ്ബു ഖൈസ് വലൈല, ഖൈസിന്റെ ലൈലയുടെ സ്നേഹം അത് പ്രസിദ്ധമായപ്പോൾ, അതെല്ലാവരും അറിയപ്പെട്ടപ്പോൾ, കരിഹ അബു ലൈല, ലൈലയുടെ ഉപ്പ വെറുത്തു. ഐ യുസവ്വിജ ലൈല അൽ ഖൈസ്, ലൈലയെ ഖൈസിന് വിവാഹം ചെയ്തു കൊടുക്കുന്നത് വെറുത്തു. വഖതബഹ, ഞാൻ അവളെ വിവാഹാലോചന നടത്തി. വറദ് ബിൻ മുഹമ്മദുൽ അഖീലി, വറദ് ബിൻ മുഹമ്മദുൽ അഖീലി എന്ന് പറയുന്ന ആള്. ഫതസവ്വജതുഹു കാരിഹത്തൻ, ആ ഒരു വിദ്വേഷം കാരണം അദ്ദേഹത്തിന് അവളെ വിവാഹം ചെയ്തു കൊടുത്തു. വസാല അഖ്ലു ഖൈസ്, ഖൈസിന്റെ ബുദ്ധി നീങ്ങിപ്പോയി, ബുദ്ധി പോയി. ബഅദ സിവാജ് ലൈല, ലൈലയുടെ വിവാഹത്തിന് ശേഷം, ജുംലത്തൻ പൂർണ്ണമായിട്ട്. വലാകിൻ വല്ല യദ്കുറു, അദ്ദേഹം ഓർക്കുന്ന ആളായിരുന്നു. ലൈലയെ ഫീ ശിഅരിഹി, അദ്ദേഹത്തിന്റെ കവിതയിൽ. സുമ്മ തഹാവല സിയാറത്തുഹ, പിന്നെ അദ്ദേഹം അവളെ സന്ദർശിക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തി. ഫഅദറ ദമു, അങ്ങനെ അദ്ദേഹത്തിന് കൊല്ലാൻ വേണ്ടി കൽപ്പിച്ചു. ഇൻ ഹുവ ഹാവല ഇത്തിസാൽ ബി ലൈല, ലൈലയുമായി ബന്ധപ്പെടാൻ ശ്രമിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിനെ കൊല്ലണമെന്ന് അവരെ കൽപ്പിച്ചു. തൂഫിയ മജ്നൂൻ ലൈല, മജ്നൂൻ ലൈല മരണപ്പെട്ടത് സന 70 ഹിജ്റ 70-ലാണ്, അതായത് 689 മീലാദി. അൽ മുഖ്താറാത്ത് മിൻ ശിഅരിഹി, അദ്ദേഹത്തിന്റെ കവിതയിൽ നിന്ന് തിരഞ്ഞെടുത്ത ഭാഗങ്ങൾ.
മജ്നൂൻ ലൈല ഷാഹിദുൻ റഖീഖുൻ, അദ്ദേഹം വളരെ സൗമ്യനായ ഒരു കവിയാണ്. ഖുലൂബുൽ അൽഫാദി, നല്ല മധുരമായ മനോഹരമായ ലഫ്ളുകളുണ്ട്. റാഹിഖുൽ ഉസ്ലൂബി, നല്ല ശൈലിയിൽ ഉപയോഗിക്കുന്ന ആളാണ്. മുതഹജ്ജിജുൽ ആതിഫത്തി, വികാരഭരിതമായിട്ടുള്ള ഇമോഷനുകളൊക്കെ കൊണ്ടുവന്നിട്ടുള്ള കവിയാണ്. അദ്ദേഹത്തിന്റെ കവിതയിൽ ചില വരികൾ നോക്കാം. തദാവൈതു മിൻ ലൈല ബിലൈല മിനൽ ഹവാ കമാ യതദാവാ ശാരിബുൽ ഖംരി ബിൽ ഖംരി. അതുപോലെ മറ്റൊരു വരിയാണ് ഫയാ ലൈല കം മിൻ ഹാജത്തിൻ ലി മുഹിമ്മതൻ ഇദാ ജിഅ്തുകും ബിൽ ലൈലി ലം അദ്രി മാ ഹിയ. ഫയാ ലൈല, ഓ ലൈല, കം മിൻ ഹാജത്തിൻ, എത്ര ആവശ്യങ്ങളാണ്, ലി, എനിക്ക്, മുഹിമ്മത്ത്, പ്രധാനപ്പെട്ടതായിട്ടുള്ളത്, ഇദാ ജിഅ്തുകും, ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് വന്നാൽ, ബിൽ ലൈലി, രാത്രിയിൽ, ലം അദ്രി മാ ഹിയ, അവ ഏതൊക്കെയാണെന്ന് പിന്നെ എനിക്കറിയില്ല. അതൊക്കെ ഇതുപോലത്തെ ഒരുപാട് വരികൾ അദ്ദേഹത്തിന്റെ കവിതകളിൽ കാണാൻ സാധിക്കും. ഇത്രയും കാര്യങ്ങളാണ് മജ്നൂൻ ലൈലയെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത്. വാഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.